ഭരണം ശരിയാകാത്തത് എന്നെല്ലാവരും പരാതിപ്പെടാറുണ്ട്. മുൻപ് ഭരിച്ചവർ ശരിയല്ലാതിരുന്നതിനാൽ അവരെ മാറ്റി നല്ലതെന്ന് തോന്നിയവരെ കൊണ്ടുവന്നു. എന്നാൽ ഇന്ന് അവരും ശരിയല്ല എന്ന് തോന്നൽ ഈ പരാതി പറയുന്നവർ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക. എവിടെയാണ് പ്രശ്നം? അതിപ്പോൾ രാജ്യഭരണമാണെങ്കിലും ശരി, സഭാഭരണമാണെങ്കിലും ശരി, എവിടെയാണ് മാറ്റം ഉണ്ടാകേണ്ടത്? വ്യക്തികളെ മാറ്റിയാൽ, ഭരണകർത്താക്കളെ മാറ്റിയാൽ ഭരണം നന്നാകുമോ? ഇടയലേഖനങ്ങൾ എന്നറിയപ്പെടുന്ന ബൈബിളിലെ പുതിയ നിയമത്തിലെ പുസ്തകങ്ങളുടെ പരമ്പര നമ്മൾ ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. ജീവസന്ദേശത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ റബ്ബി എന്ന പേരെടുക്കരുത്, ഒരുത്തനത്രേ നിങ്ങളുടെ ഗുരു. നിങ്ങളോ എല്ലാവരും സഹോദരന്മാർ. ഭൂമിയിൽ ആരെയും പിതാവെന്ന് വിളിക്കരുത്, ഒരുത്തനത്രേ നിങ്ങളുടെ പിതാവ്, സ്വർഗസ്ഥൻ തന്നെ. നിങ്ങൾ നായകന്മാർ എന്നും പേരെടുക്കരുത്, ഒരുത്തനത്രേ നിങ്ങളുടെ നായകൻ, ക്രിസ്തു തന്നെ. നിങ്ങളുടെ ഏറ്റവും വലിയവൻ നിങ്ങളുടെ ശുശ്രൂഷക്കാരനാകണം. ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ച വചനങ്ങളാണിത്. ഇങ്ങനെ പഠിപ്പിക്കുക മാത്രമല്ല, കർത്താവും ഗുരുവുമായ അവിടുന്ന് തൻ്റെ ശിഷ്യന്മാരെ ശുശ്രൂഷിച്ചുകൊണ്ട് ശുശ്രൂഷയുടെ മാതൃക കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ ഒരു മുഖവുരയിലൂടെ ഇന്ന് നമ്മൾ കടന്നു പോകാം. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനത്തോടെ ഒരു പുതുനിര ലേഖനങ്ങളിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. 3 ലേഖനങ്ങളാണ് ഈ പറഞ്ഞ കൂട്ടത്തിലുള്ളത്. തിമോത്തിയോസിന് എഴുതിയ 1ഉം 2ഉം ലേഖനങ്ങൾ, തീത്തോസിന് എഴുതിയ ലേഖനം. അവയെ ഇടയലേഖനങ്ങൾ എന്നാണ് വിളിച്ചു വരുന്നത്, പാസ്റ്ററൽ എപ്പിസിൽസ്. അങ്ങനെ വിളിക്കുന്നതിൻ്റെ കാരണം ഈ ലേഖനങ്ങൾ പ്രാദേശിക സഭകളുമായുള്ള ബന്ധത്തിൽ എഴുതപ്പെട്ടവയാണ്. ഈ ഇടയലേഖനങ്ങൾ മറ്റ് ലേഖനങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ്. പ്രത്യേകിച്ചും എഫേസ്യ ലേഖനം പോലുള്ള ലേഖനങ്ങളോട് വിപരീതത്വം പുലർത്തുന്നത് പോലെ തോന്നാവുന്നതാണ്. എഫേസ്യ ലേഖനത്തിൽ പൗലോസ് സംസാരിക്കുന്നത് സഭ ക്രിസ്തുവിലുള്ള വിശ്വാസികളുടെ സമൂഹമാണെന്നും സഭയ്ക്കുള്ള മഹത്വകരവും അനുഗ്രഹിക്കപ്പെട്ടതുമായ അവസ്ഥയുമാണ്. ക്രിസ്തുവിലുള്ള എല്ലാ വിശ്വാസികളെയും കൊണ്ട് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്ന അദൃശ്യമായ സഭ. ഇവിടെ ഭൂമിയിൽ പ്രാദേശിക കൂട്ടങ്ങളിൽ വെളിപ്പെട്ടു വരുന്നത് ഈ അദൃശ്യമായ സഭയാണ്. ഈ വസ്തുത നമ്മുടെ പഠനത്തിൽ ഉടനീളം ഓർത്തിരിക്കുക. അതായത് എല്ലാ ക്രിസ്തു വിശ്വാസികളെയും കൊണ്ട് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്ന ക്രിസ്തുവിൻ്റെ ശരീരം എന്ന് വിശേഷിപ്പിക്കാവുന്ന അദൃശ്യമായ സഭ. ഇവിടെ ഭൂമിയിൽ പ്രാദേശിക ക്രിസ്തീയ സഭകളിൽ വെളിപ്പെട്ടു വരുന്നത് അതാണ്. ഞാൻ സഭ എന്ന് പറയുമ്പോൾ ഇന്ന് പൊതുവെ കേൾക്കുന്ന ഏതെങ്കിലും സഭാവിഭാഗത്തെ ആകുന്നു ഞാൻ ഉദ്ദേശിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ഡിനോമിനേഷൻസ് അല്ല ഞാൻ ചിന്തിക്കുന്നത്. പൗരാണികത്വവും പാരമ്പര്യവുമൊക്കെ പറയുന്ന അനേകരും തങ്ങളുടെ സഭ അല്ലെങ്കിൽ തങ്ങൾ ഉൾപ്പെട്ടു നിൽക്കുന്ന സംഘടന അഥവാ സമൂഹമാണ് യഥാർത്ഥ ക്രിസ്തീയ സഭ എന്ന് തെളിയിക്കുവാൻ പാടുപെടുന്നത് എല്ലായ്പ്പോഴും നാം കണ്ടുകൊണ്ടിരിക്കുന്നു. ഈ അവകാശവാദങ്ങളെ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. തോമാസ് ശ്ലീഹ വന്ന് നേരിട്ട് സ്ഥാപിച്ചതാണ് ഞങ്ങളുടെ സഭ എന്ന് അവകാശപ്പെടുന്നവരും, റോമിലെ പത്രോസ് ശ്ലീഹായുടെ സിംഹാസനത്തിൽ നിന്നും കുരുത്തു വന്നവരാകുന്നു ഞങ്ങളെന്ന് അവകാശപ്പെടുന്നവരും, പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന സഭ ആരംഭിച്ചപ്പോൾ ഞങ്ങളുടെ കൂട്ടരും അന്ന് അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നവരും, ക്രിസ്തു വിഭാവന ചെയ്ത സഭയെക്കുറിച്ച് അജ്ഞരായതിനാൽ സത്യത്തിൽ നിന്നും വ്യതിചലിച്ചു പോയിരിക്കുകയാണ് എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഞാൻ ഒരു സഭാവിഭാഗത്തിൻ്റെയും വക്താവല്ല എന്ന് പല പ്രാവശ്യം പറഞ്ഞത് വീണ്ടും ഇവിടെയും ആവർത്തിക്കട്ടെ. എല്ലാവരും എൻ്റെ നല്ല സ്നേഹിതർ തന്നെയാണ്. അങ്ങനെ തന്നെ തുടരുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. നിഷ്പക്ഷമായി തന്നെ ഈ വിഷയം പൗലോസിനോട് ചേർന്ന് നാം കൈകാര്യം ചെയ്യുന്നതാണ്, പഠിക്കുന്നതാണ്. ഉയരം കൂടിയ ഒരു കെട്ടിടത്തിൽ
തലയുയർത്തി നിൽക്കുന്ന ഒരു ഗോപുരവും അതിൻ്റെ നെറുകയിൽ ഒരു കുരിശും ഗോപുരത്തിൽ ഒരു മണിയും കെട്ടിടത്തിനുള്ളിൽ കിഴക്കേ അറ്റത്തൊരു മദ്ബാഹയും അതിനുള്ളിൽ ത്രോണോസും പ്രസംഗവേദിയോട് ചേർന്ന് ഗായക സംഘത്തിനുള്ള ഇരിപ്പിടവുമൊക്കെ ആയാൽ അതാണ് പുതിയ നിയമസഭ എന്ന് ചിന്തിച്ചാൽ നിങ്ങൾ പറയേ തെറ്റാണോ ശരിയാണോ? ഇതൊന്നും ഇല്ല എങ്കിലും സഭ എന്ന പേരിൽ കൂടി വരുന്നതെല്ലാം പുതിയ നിയമ അർത്ഥത്തിലുള്ള സഭയാകണമെന്നില്ല. സഭയെ തിരിച്ചറിയുവാൻ കഴിയുന്ന ചില ശ്രദ്ധേയമായ കാര്യങ്ങൾ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഒരു സഭയ്ക്ക് ആവശ്യമായിരിക്കുന്ന സവിശേഷതകളെ വെളിപ്പെടുത്തുന്ന വിധത്തിലുള്ള ഒന്നായിരിക്കണം ഓരോ പ്രാദേശിക സഭകളും. ആ സവിശേഷതകൾ എന്താണ്? ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ ശിരസാകുന്ന ക്രിസ്തുവിൻ്റെ ഇഷ്ടങ്ങളും ആലോചനകളും മാത്രം പ്രാവർത്തികമാക്കുന്ന ഒരു സമൂഹം. പല ആളുകളും പറയാറുണ്ട് ഒരു സഭയും ശരിയായിട്ടുള്ളതല്ല, അതുകൊണ്ട് എവിടെങ്കിലും അങ്ങ് ചേർന്ന് പോയാൽ മതിയെന്ന്. നല്ല കാര്യമായിരിക്കാം. എന്നാൽ ഒരു ശരിയായ സഭയുടെ സവിശേഷതകൾ അറിയേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമല്ലേ? അദൃശ്യമായ സഭ മാത്രമാണ് ശരിയെന്ന് പറഞ്ഞാൽ അദൃശ്യമായതിൻ്റെ അതേ സ്വഭാവം വെളിപ്പെടുത്തുന്ന സഭയാണ് യഥാർത്ഥ സഭ എന്ന് ഒറ്റവാചകത്തിൽ ഞാൻ പറയട്ടെ. അതല്ല എങ്കിൽ സഭയ്ക്ക് എന്താണ് അർത്ഥം? അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിന് എഴുതുമ്പോൾ ഈ കാര്യം വ്യക്തമാക്കുന്നതാണ് നാം കാണുവാൻ പോകുന്നത്. അനേകർക്കും ക്രിസ്തുവിനോടുള്ള ഭക്തിയേക്കാളേറെ തങ്ങൾ ഉൾപ്പെട്ടു നിൽക്കുന്ന സഭയോടോ സമൂഹത്തോടോ ഉള്ള ഭക്തി ആയതിനാൽ പലപ്പോഴും സത്യം തിരിച്ചറിയുവാൻ സാധിക്കാതെ പോകുന്നു എന്നത് വളരെ വലിയൊരു അപകടമാണ്. അപ്രകാരമുള്ള മുൻവിധികൾ മാറ്റിവെച്ചെങ്കിൽ മാത്രമേ സത്യം സത്യമായി ഗ്രഹിക്കുവാൻ നമുക്ക് സാധിക്കൂ. ക്രിസ്തീയ സഭ ഒരു ക്ലബ്ബല്ല, ഒരു സാമൂഹിക സംഘടനയല്ല. ക്രിസ്തീയ സഭ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്നു. പൗലോസിനോട് ചേർന്ന് പ്രവർത്തിച്ചിരുന്ന 2 യുവാക്കളായ സുവിശേഷകർക്ക് പൗലോസ് എഴുതിയതാണ് അടുത്ത 3 ലേഖനങ്ങൾ. അതെ, തിമോഥെയോസിനും തീത്തോസിനും. പൗലോസിൻ്റെ ശുശ്രൂഷയുടെ ഫലത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു ഈ പറഞ്ഞ 2 പേരും. അതായത് പൗലോസിൻ്റെ ശുശ്രൂഷയിലൂടെയാണ് അവർ ക്രിസ്തുവിലേക്ക് നയിക്കപ്പെട്ടത്. ഈ യുവാക്കൾ അവനോടൊപ്പം സഹായികൾ ആയിട്ടുണ്ടായിരുന്നു. പ്രാദേശിക സഭയെക്കുറിച്ച് അവൻ അവർക്ക് നിർദ്ദേശം നൽകുകയുണ്ടായി. ഈ 3 ലേഖനങ്ങളിലും പൗലോസ് 2 കാര്യങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത്: സഭയുടെ വിശ്വാസ പ്രമാണവും സഭയുടെ പെരുമാറ്റ രീതിയും. സഭയുടെ വിശ്വാസ പ്രമാണവും പെരുമാറ്റ രീതിയും. സഭയെ സംബന്ധിച്ചിടത്തോളം അതിനുള്ളിൽ ആരാധന ശരിയായ രീതിയിലായിരിക്കണം. പുറമേ സൽപ്രവൃത്തികൾ വെളിപ്പെടുത്തണം. ആരാധന ഉള്ളിലും പ്രവൃത്തികൾ പുറമേയുമാണ്. അപ്രകാരത്തിലാണ് സഭ തന്നെ വെളിപ്പെടുത്തേണ്ടത്. ഈ 2 വിഷയങ്ങളും പൗലോസ് 3 ലേഖനങ്ങളിലും കൈകാര്യം ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് തിമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായത്തിൽ വിശ്വാസമാകുന്നു പൗലോസ് പറയുന്ന വിഷയം. സഭയുടെ വിശ്വാസം, തങ്ങൾ അനുകരിക്കുന്ന ഉപദേശ സത്യങ്ങൾ, അവ മറ്റൊന്നുമല്ല അപ്പസ്തോലിക ഉപദേശം. 2-ാം അധ്യായത്തിൽ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൽ സഭയുടെ ക്രമം നാം കാണും. 3-ാം അധ്യായത്തിൽ സഭയിലെ സ്ഥാനികളെക്കുറിച്ച് നാം പഠിക്കുന്നു. 1 തിമോഥെയോസ് 4-ാം അധ്യായത്തിൽ വരുവാൻ പോകുന്ന വിശ്വാസത്യാഗത്തെക്കുറിച്ച് കാണുന്നു. 5-ഉം 6-ഉം അധ്യായങ്ങളിൽ സ്ഥാനികളുടെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഇനി തിമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനത്തിൽ ആദ്യത്തെ അധ്യായത്തിൽ പൗലോസ് സഭ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളെക്കുറിച്ച് പറയുന്നു. 2-ാം അധ്യായത്തിൽ സഭയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയുന്നു. 3-ാം അധ്യായത്തിൽ സഭയിലെ വിശ്വാസത്യാഗത്തെക്കുറിച്ചും ഒടുവിലത്തെ അധ്യായത്തിൽ സഭയുടെ ലക്ഷ്യപ്രാപ്തിയോടുള്ള കൂറുമാകുന്ന വിഷയങ്ങൾ. വിശുദ്ധ പൗലോസ് തീത്തോസിന് എഴുതിയ ലേഖനത്തിലും ഇതേ ചിന്താവിഷയമാണ് നമുക്ക് വീണ്ടും കാണുവാൻ കഴിയുന്നത്. തീത്തോസിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൽ സഭയുടെ ക്രമവും 2-ാം അധ്യായത്തിൽ സഭയുടെ ഉപദേശവും 3-ാം അധ്യായത്തിൽ സഭയുടെ നല്ല പ്രവൃത്തികളുമാണ് വിഷയം. ഇന്ന് സഭ അതിനെ ഒരു പ്രാദേശിക കൂടിവരവിലൂടെയാണ് വെളിപ്പെടുത്തുന്നത്.
സാധാരണ നാം കണ്ടുവരുന്നത് ഒരു സഭ എന്ന് പറയുമ്പോൾ ആദ്യം ഒരു കെട്ടിടം ഉണ്ടാക്കുന്നു. പൗലോസിൻ്റെ കാലത്ത് ക്രിസ്തീയ സഭയ്ക്ക് ആരാധനയ്ക്ക് മാത്രമായി കെട്ടിടങ്ങൾ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒന്ന് അവർക്ക് ആവശ്യവുമില്ലായിരുന്നു. കാരണം അവർ പള്ളികൾ പണിയുന്ന തിരക്കിലായിരുന്നില്ല. അവർ സാധാരണ വീടുകളിൽ കൂടി വന്നിരുന്നു. ചിലപ്പോൾ പൊതുവായുള്ള കെട്ടിടങ്ങളിൽ. എഫെസോസിൽ പൗലോസ് ഉപയോഗിച്ച സ്ഥലം ഏതായിരുന്നു എന്ന് അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്. ഒരുപക്ഷെ അവൻ ആ സ്ഥലം വാടകയ്ക്ക് എടുത്തതായിരുന്നിരിക്കും. തുറന്നോസിൻ്റെ പാഠശാല. അവൻ ആദ്യം യഹൂദന്മാരുടെ പള്ളിയിൽ പ്രസംഗിക്കാൻ തുടങ്ങി. പള്ളിക്കാർ ഇവൻ പറയുന്ന സംഗതിയുടെ ഗൗരവം മനസ്സിലാക്കിയപ്പോൾ അവിടെ നിന്നും ഓടിച്ചു. ഉടനെ പൗലോസ് പോയി മറ്റൊരു പള്ളി വെച്ചില്ല. അവൻ പള്ളിക്കൂടത്തിൽ ആരാധന തുടങ്ങി. ഇന്ന് ഈ പള്ളിയെ ചൊല്ലിയുള്ള അടിപിടി കാണുമ്പോഴും കേൾക്കുമ്പോഴും ഒക്കെ ഞാൻ ചിന്തിക്കാറുണ്ട്. പലരും വിശ്വാസത്തിൻ്റെ ഉയർന്ന അവസ്ഥയൊക്കെ പറഞ്ഞാലും ഈ പള്ളിക്കെട്ടിടത്തിൽ ഏതോ പ്രത്യേകതയുണ്ടെന്നങ്ങ് ചിന്തിക്കുന്ന കൂട്ടത്തിലാകുന്നു എന്ന്. പൗലോസ് ഓരോ ദിവസവും ഉച്ച സമയത്തുള്ള ഇടവേളയിൽ തുറന്നോസിൻ്റെ പാഠശാലയിൽ അവരുടെ ആ ഓഡിറ്റോറിയത്തിൽ കടന്നു വന്നവരെല്ലാം പഠിപ്പിച്ചു. അവൻ പ്രസംഗിക്കുന്നത് കേൾക്കുവാൻ എല്ലാ സ്ഥലത്തു നിന്നും ആളുകൾ വന്നുകൂടി എന്ന് നാം പിന്നീട് കാണുന്നു. അതിനെ ഒരു പ്രാദേശിക കൂടിവരവായി പറയാവുന്നതാണ്. അത് എഫെസോസിലെ ഒരു പ്രാദേശിക സഭയായി മാറുകയും ചെയ്തു. ഒരു പ്രാദേശിക കൂടിവരവായി തീരുവാൻ സഭയ്ക്ക് ചില പ്രത്യേകതകൾ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. അതിന് ഒരു വിശ്വാസ പ്രമാണമുണ്ടായിരിക്കണം. അതിൻ്റെ ഉപദേശം ശരിയായതായിരിക്കണം. ഈ ലേഖനങ്ങളിൽ പൗലോസിൻ്റെ ദൂതിനെ ചുരുക്കി പറയുന്ന 2 വാക്യങ്ങളുണ്ട്. ആദ്യം തിമോത്തിയോസിൻ്റെ 1-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ വായിക്കുന്നത് അന്യഥ ഉപദേശിക്കരുതെന്നും വിശ്വാസം എന്ന ദൈവവ്യവസ്ഥയ്ക്കല്ല തർക്കങ്ങൾക്ക് മാത്രം ഉതകുന്ന കെട്ടുകഥകളെയും അന്തമില്ലാത്ത വംശാവലികളെയും ശ്രദ്ധിക്കരുതെന്നും ചിലരോട് ആജ്ഞാപിക്കേണ്ടതിന് നീ എഫെസോസിൽ താമസിക്കണം. ഒരു സഭയ്ക്ക് ശരിയായ ഉപദേശം ഉണ്ടായിരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു കെട്ടിടത്തിൻ്റെ മുകളിൽ ഒരു ഗോപുരവും അതിന്മേലൊരു കുരിശും ഉണ്ടായാൽ അതൊരു വിധത്തിലും ഒരു പ്രാദേശിക സഭയാകുകയില്ല എന്ന്. വീണ്ടും പൗലോസ് ഈ യുവപ്രസംഗകരോട് പറയുന്നത് 1-ാം ലേഖനത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ താമസിച്ചു പോയാലോ സത്യത്തിൻ്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിൻ്റെ സഭയാകുന്ന ദൈവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ അറിയേണ്ടതിന് ഇതെഴുതുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ അവയവങ്ങളായ ക്രിസ്തുവിശ്വാസികളെ കൊണ്ടാണ് പ്രാദേശിക സഭ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത്. അവർക്ക് നിലനിൽക്കുവാൻ കഴിയേണ്ടതിന് നേതാക്കന്മാരെ ആവശ്യമാണ്. അവർ ആരാധനയ്ക്കായി കൂടി വരുന്ന സ്ഥലം ക്രമീകരിക്കുന്നതിന് വേണ്ടി, അതൊക്കെ വൃത്തിയാക്കേണ്ടതിനായി ആരെയെങ്കിലും ആക്കേണ്ടതുണ്ട്. ഇരിപ്പിടങ്ങളൊക്കെ ക്രമീകരിക്കുന്നതിന് വേണ്ടി ആരെങ്കിലും വേണ്ടായോ? അങ്ങനെ ഓരോ ജോലിക്കും ആരെയെങ്കിലും ആക്കേണ്ടതുണ്ട്. അതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ആരാധനയ്ക്ക് നേതൃത്വം നൽകുവാൻ, പാട്ടിന് നേതൃത്വം നൽകുവാൻ ആരെങ്കിലും ഉണ്ടാകണം. ഇതിലുപരിയായി പൗലോസ് പറയുന്നത് സഭ ചിട്ടയോടുകൂടി പോകേണ്ടതിനായി സ്ഥാനികളെ ആവശ്യമുണ്ട് എന്നത്രേ. സ്ഥാനികൾ ഉണ്ടായേ മതിയാകൂ. അവർ ചില യോഗ്യതകളുള്ളവരായിരിക്കണം. അത് അവരിൽ നിന്നും പ്രതീക്ഷിക്കുന്നു. സഭ ചിട്ടയോടുകൂടി പ്രവർത്തിക്കേണ്ടതുണ്ട് എന്ന് മാത്രമല്ല, സമൂഹത്തിൽ അതിൻ്റെ നല്ല പ്രവൃത്തികളാൽ അതിനെ തന്നെ വെളിപ്പെടുത്തേണ്ടതുമുണ്ട്. നിർഭാഗ്യവശാൽ മിക്ക സ്ഥലത്തും ഇത് നടക്കുന്നില്ല. കാരണം മിക്കപ്പോഴും പ്രാദേശിക സഭ അത് ആയിരിക്കേണ്ടത് വെളിപ്പെടുത്തുന്നില്ല എന്നതാണ് വാസ്തവം. ഈ ഇടയലേഖനങ്ങളിൽ നിന്നും 3 വിധത്തിലുള്ള വ്യത്യസ്തങ്ങളായ സഭാ ഭരണരീതി ഉടലെടുക്കുകയുണ്ടായി. സഭാചരിത്രത്തിൽ നമുക്കത് കാണാൻ സാധിക്കും. ഈ 3 ലേഖനങ്ങളിൽ നിന്നും ഉടലെടുത്ത ചിന്താഗതികളാണവ. സഭയിലെ വലിയ വിഭാഗങ്ങളെല്ലാം ഈ 3-ൽ ഏതെങ്കിലും ഒന്നിൽ പെടുന്നതാണ്. ഞാൻ വലിയ വിഭാഗം എന്ന് പറഞ്ഞാൽ മുഖ്യധാരാ സഭകൾ എന്ന് വേണമെങ്കിൽ പറയട്ടെ. സഭയുടെ ഭരണരീതിയെക്കുറിച്ചുള്ള അഭിപ്രായ വ്യത്യാസത്തിൻ്റെ അത്രയും സഭയിലെ ഉപദേശങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായ വ്യത്യാസം ആദിമ സഭയിൽ ഉണ്ടായിരുന്നില്ല. അതായത് പ്രാദേശിക സഭയിലെ ഔദ്യോഗിക ചുമതലകളെക്കുറിച്ചുള്ള വിവാദം ഈ ഇടയലേഖനങ്ങളിൽ നിന്നും 3 വ്യത്യസ്ത വിധത്തിലുള്ള സഭാ ഭരണക്രമം വളർന്നു വന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ.
3 വിധത്തിലുള്ള ഭരണക്രമം ലഭിച്ചതിനെക്കുറിച്ച് ഞാൻ അതിശയിക്കാറുണ്ട്. എന്നാൽ അവർക്കത് ലഭിച്ചു. ഒന്നാമതായി എപ്പിസ്കോപ്പൽ ഭരണസമ്പ്രദായം, അതായത് ഒരു മനുഷ്യനോ ഒരു കൂട്ടം മനുഷ്യരോ സഭയുടെ മൊത്തം ഭരണ ചുമതല വഹിക്കുന്ന സമ്പ്രദായം. കത്തോലിക്ക സഭ ആ വ്യക്തിയെ പോപ്പ് എന്ന് വിളിക്കുന്നു. ചില സഭകളിൽ അത് പാത്രിയർക്കീസ് ആകാം, ആർച്ച് ബിഷപ്പ് ആകാം, മറ്റ് ചില സഭകളിൽ മെത്രാപ്പോലിത്ത ആകാം, വേറെ ചില സഭകളിൽ ഒന്നിലധികം നേതാക്കന്മാരുള്ളപ്പോൾ അവരെ ബിഷപ്പന്മാർ എന്ന് വിളിക്കും. അങ്ങനെ പല സഭകളും എപ്പിസ്കോപ്പൽ ഭരണ സമ്പ്രദായമാണ് അനുകരിക്കുന്നത്. പ്രാദേശിക സഭയ്ക്ക് വെളിയിലുള്ള വ്യക്തികളാൽ ഈ സഭകൾ നിയന്ത്രിക്കപ്പെടുന്നു. ശ്രദ്ധിക്കണം, പ്രാദേശിക സഭയ്ക്ക് വെളിയിലുള്ള വ്യക്തികളാൽ നിയന്ത്രിക്കപ്പെടുന്ന പ്രാദേശിക സഭകൾ, അതാണ് എപ്പിസ്കോപ്പൽ സഭ ഭരണക്രമം. 2, മറ്റൊരു രൂപത്തിലുള്ള സഭാഭരണ രീതി പ്രിസ്ബിറ്റേറിയൻസ് ആണ്, അഥവാ പ്രതിനിധികളാലുള്ള ഭരണക്രമമാകുന്നു ഈ പറഞ്ഞത്. പ്രാദേശിക സഭ തങ്ങളുടെ അംഗങ്ങളിൽ നിന്നും ചില ആളുകളെ തിരഞ്ഞെടുക്കുന്നു. അവരെ മൂപ്പന്മാരെന്നും ശുശ്രൂഷകന്മാരെന്നും വിളിക്കുന്നു. പ്രാദേശിക സഭയുടെ ഭരണ ചുമതല അവരുടെ പക്കലായിരിക്കും. നിർഭാഗ്യവശാൽ പ്രാദേശിക സഭയ്ക്ക് വെളിയിൽ ഒരു സംഘടനയാൽ സഭകൾ കെട്ടപ്പെട്ടിരിക്കുന്നു. ആ സംഘടനയാണ് പ്രാദേശിക സഭയെ നിയന്ത്രിക്കുന്നത്. അതിനെ പല വിധത്തിൽ വ്യത്യാസപ്പെടുത്തുന്നവരുണ്ട്, എന്നാലും ഫലത്തിൽ ഈ പറഞ്ഞത് തന്നെയാണ്. മൂന്നാമതായി എപ്പിസ്കോപ്പൽ ഭരണക്രമത്തിൻ്റെ നേരെ വിരുദ്ധമായുള്ള ഭരണക്രമമാകും. അതിനെ കോൺഗ്രിഗേഷണൽ ഭരണക്രമം എന്നാണ് പറയുന്നത്. ബാപ്റ്റിസ്റ്റ് സഭകളിലും മറ്റും കാണുന്ന ഭരണക്രമം പ്രധാനമായും അതത്രേ. സഭാംഗങ്ങളാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്, അതും പ്രാദേശിക സഭകളിൽ തന്നെ. അവരുടെ നിയന്ത്രണത്തിലാണ് എല്ലാം. പ്രാദേശിക സഭയുടെ എല്ലാ കാര്യത്തിലും തീരുമാനമെടുക്കുന്നത് സഭയിലെ ജനങ്ങൾ തന്നെയാണ്. ഇടയ ലേഖനങ്ങളിലെ വാക്കുകളിൽ നിന്നും ഈ പറഞ്ഞ 3 വിധത്തിലുള്ള സഭ ഭരണക്രമം എങ്ങനെയുണ്ടായി എന്ന് താങ്കൾ ചിന്തിച്ചേക്കാം. തീർച്ചയായും ചില വാക്കുകൾ വ്യത്യസ്തമായി വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഇനിയും ഈ ലേഖനങ്ങൾ പഠിക്കുമ്പോൾ ഈ വ്യത്യസ്തങ്ങളായ വ്യാഖ്യാനങ്ങളിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നതായിരിക്കും. ആദിമകാലത്ത് 3 വിധത്തിലുമുള്ള ഭരണക്രമങ്ങൾ പ്രചാരത്തിലുണ്ടായിരുന്നു എന്ന് മാത്രമല്ല, അവയെല്ലാം ഭംഗിയായി പ്രവർത്തിച്ചുമിരുന്നു എന്നതാണ് മനോഹരമായ ഒരു കാര്യം. എന്നാൽ ഈ കാലത്ത് ഈ 3 ഭരണക്രമങ്ങളും മോശമായി കാണപ്പെടുന്നു. ഒന്നും മെച്ചമെന്ന് പറയാൻ സാധിക്കത്തില്ല. ഒരിക്കൽ ഭംഗിയായി പ്രവർത്തിച്ചതുപോലെ ഇന്നവ പ്രവർത്തിക്കുന്നതായി തോന്നുന്നില്ല. നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ എനിക്ക് വിരോധമില്ല, എനിക്കിങ്ങനെ തോന്നാറില്ല. ഈ പറഞ്ഞ ഭരണക്രമങ്ങളിലുള്ള ആളുകൾ അവരുടെ ബുദ്ധിമുട്ടുകളെക്കുറിച്ച് സാധാരണ എന്നോട് പറയാറുണ്ട്. പലരും നേരിട്ട് പറഞ്ഞില്ലെങ്കിലും അതെല്ലാം ഇന്ന് മാധ്യമങ്ങളിലൂടെ അങ്ങാടിപ്പാട്ടായി തീർന്നിരിക്കുന്നു. എന്താണ് തെറ്റിയിരിക്കുന്നത്? ഉടനെ ആരെങ്കിലും പറയും ക്രമം തെറ്റിയിരിക്കുന്നു, ഭരണക്രമം തെറ്റിയിരിക്കുന്നു. പ്രതിനിധികളെ തിരഞ്ഞെടുത്ത് ഭരിക്കുന്ന ഭരണ സമ്പ്രദായമാണല്ലോ നമ്മുടെ രാജ്യത്തുമുള്ളത്. ഞാൻ രാജ്യഭരണത്തെക്കുറിച്ചാണ് പറയുന്നത്. ജനാധിപത്യം എന്ന് അതിനെ പറയുന്നു. ഇത് വാസ്തവത്തിൽ സഭാ ഭരണക്രമത്തെ അനുകരിച്ചിട്ടുള്ളതാണ്. ഈ ജനാധിപത്യം രാജഭരണത്തോട്, അതായത് രാജവാഴ്ചയോട് എതിർപ്പുണ്ടായതിന് കാരണം മനുഷ്യനെ വിശ്വസിക്കുവാൻ കഴിയില്ല എന്നത് തന്നെയാണ്. ജനാധിപത്യവും പരാജയം, രാജവാഴ്ചയും പരാജയം. അങ്ങനെയെങ്കിൽ പിന്നെ ഏതൊന്നാണ് ശരിയാകുന്നത്? നമ്മുടെ രീതിയിലുള്ള സഭാ ഭരണരീതി ആ വിധത്തിൽ പ്രയോജനപ്പെടുത്താത്തതിന് കാരണമെന്താണ്? അത് ശരിയായി പ്രവർത്തിക്കാത്തതിന് കാരണമെന്താണ്? പൗലോസ് ഈ ലേഖനത്തിൽ പറയുന്നതായി ഞാൻ മനസ്സിലാക്കുന്നത്, ഭരണക്രമം പ്രധാനപ്പെട്ടതായിരിക്കുന്നതിനേക്കാൾ ഓരോ സ്ഥാനങ്ങൾ വഹിക്കുന്ന മനുഷ്യരുടെ സ്വഭാവവും ശേഷിയും പ്രധാനപ്പെട്ടതായിരിക്കുന്നു എന്നത്രേ. മനസ്സിലായല്ലോ? ഈ ലേഖനങ്ങൾ ഉത്തരവാദിത്വ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരുടെ ചില യോഗ്യതകളെ എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട്. സൗമ്യനും ഏകഭാര്യയുടെ ഭർത്താവും, അങ്ങനെ പല യോഗ്യതകൾ വളരെ പ്രധാനപ്പെട്ടതും പ്രാദേശിക സഭയിൽ വാദപ്രതിവാദത്തിന് ഉതകുന്നവയുമാണ്. എന്നാൽ ഈ പറയുന്നതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ടതും
ആരും ഒരിക്കലും വാദിക്കാത്തതുമായ അടിസ്ഥാനപരമായ ഒരു യോഗ്യത ഇവിടെ പറയുന്നുണ്ട്. പൗലോസ് നമ്മോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് സഭയുടെ ചുമതലകളുള്ള വ്യക്തികൾ ആത്മീകരായിരിക്കണമെന്നത്രേ. കാരണം അധികാരസ്ഥാനത്തിരിക്കുന്ന വ്യക്തികൾ ശരിയായിട്ടുള്ളതല്ല എങ്കിൽ രീതി, ക്രമം ഏതുമായിക്കൊള്ളട്ടെ, അത് പരാജയം മാത്രമായിരിക്കും. ഉടനെ ഈ ആത്മീയർ ആരാകുന്നു എന്ന് വാദിക്കുന്നവരുണ്ടാകും. ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആത്മാവുള്ളവരാണ് ആത്മീയർ. അതെ, പരിശുദ്ധാത്മാവിനാൽ ജനിക്കപ്പെട്ടവരും നയിക്കപ്പെട്ടവരും, അതാണ് ആത്മീയർ. ഈ യോഗ്യതയില്ലാത്തവർ ഏതൊരു ക്രമത്തിൽ ഭരിച്ചാലും ക്രമം വിജയിക്കില്ല. മിടുക്കുകൊണ്ടും പഠിപ്പുകൊണ്ടും ആത്മീക സഭയെ നയിക്കുക അസാധ്യമാകുന്നു എന്ന കാര്യം മറക്കരുത്. ഇന്ന് നാം അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. നേതൃസ്ഥാനങ്ങളിൽ എത്തുവാൻ കോടികൾ മുടക്കുന്നു. എന്തിനാണ് ഈ കോടികൾ മുടക്കുന്നത്? ശുശ്രൂഷിക്കാനുള്ള വലിയ ഭാരം കൊണ്ടാണ്? അല്ല, മറ്റു പല ലക്ഷ്യങ്ങളുമുണ്ട്. അതുകൊണ്ടാണ്. രാഷ്ട്രീയത്തിലും സഭയിലും ഇന്നുള്ള പ്രശ്നം അതത്രേ. നാം ഒരു മനുഷ്യനെ തിരഞ്ഞെടുക്കുമ്പോൾ അയാളുടെ ജോലിയിൽ വിജയിക്കുന്നവനായിരിക്കണം. അവന് നേതൃത്വ പാഠവമുണ്ടായിരിക്കണം. അവയൊക്കെ നല്ല യോഗ്യതകൾ തന്നെയാണ് സുഹൃത്തെ. എന്നാൽ അയാൾ ആത്മീകനാണോ എന്ന് നാം ഉറപ്പാക്കേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം വെറുതെ പാടുപെടുകയാണ്. സത്യസന്ധരല്ലാത്തവർ, ആത്മാർത്ഥതയില്ലാത്തവർ, സ്വന്തം കാര്യങ്ങൾ മാത്രം മുൻനിർത്തി തീരുമാനങ്ങൾ എടുക്കുന്നവർ, ഇങ്ങനെയുള്ളവർ ഭരണക്രമത്തിൽ വന്നാൽ ഒരിക്കലും സഭ നന്നാകില്ല, രാഷ്ട്രം നന്നാകില്ല, ഒരു സംഘടനയും നന്നാകില്ല. ആത്മികനായ ഒരു സ്ഥാനിയുടെ 2 സവിശേഷതകളെ പൗലോസ് ഊന്നി പറയുവാൻ പോവുകയാണ്. ഒന്നാമതായി അയാൾ വിശ്വാസമുള്ള ഒരുവനായിരിക്കണം. രണ്ടാമതായി അയാൾ സ്നേഹത്താൽ പ്രചോദിതനായിരിക്കണം. ഇവ രണ്ടും ഇല്ല എങ്കിൽ എത്രമാത്രം കഴിവുകൾ ഉള്ള വ്യക്തിയായിരുന്നാലും ഒരു സ്ഥാനിക്ക് സഭയിൽ പ്രവർത്തിക്കുവാൻ സാധിക്കില്ല. ഇതിൻ്റെ അർത്ഥം എന്തെന്നാൽ സഭയിലെ സ്ഥാനികൾക്കുള്ള അധികാരം വാസ്തവത്തിൽ അധികാരമേ അല്ല. വിശുദ്ധ പൗലോസ് പറയുന്നത് താങ്കളെ സഭയിലെ ഒരു മൂപ്പനോ അധ്യക്ഷനോ ശുശ്രൂഷകനോ ഒക്കെ ആക്കിയെന്നാൽ താങ്കൾക്ക് ഒരു സ്ഥാനമുണ്ടാകും. അത് താങ്കളെ തൻ പ്രമാണിത്വവും അധികാരവും ഉണ്ടെന്ന് ഭാവിക്കുന്ന അവസ്ഥയിലും എത്തിക്കും. എന്നാൽ പൗലോസ് പറയുന്നത് താങ്കൾക്ക് വാസ്തവത്തിൽ യാതൊരു അധികാരവും യഥാർത്ഥ അർത്ഥത്തിൽ ഉണ്ടായിരിക്കില്ല എന്നത്രേ. എന്താണ് അവൻ അർത്ഥമാക്കുന്നത്? പൗലോസ് അർത്ഥമാക്കുന്നത് ക്രിസ്തു ആകുന്നു സഭയുടെ തല. പരിശുദ്ധാത്മാവാണ് സഭയെ നയിക്കുന്നത്. ശരിയായ ദിശ കാണിക്കുന്നത് പരിശുദ്ധാത്മാവാകുന്നു. സഭയിലെ സ്ഥാനി ഒരിക്കലും തൻ്റെ ഹിതം എന്തെങ്കിലുമൊക്കെ കുത്തിത്തിരികുകയല്ല, പിന്നെയോ ദൈവഹിതം എന്താകുന്നു എന്ന് കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. അതിൻ്റെ അർത്ഥം അവൻ വിശ്വാസമുള്ള ഒരു മനുഷ്യനായിരിക്കണം എന്നത്രേ. ദൈവത്തിൽ ആശ്രയമുള്ള ഒരു വ്യക്തി. വിശ്വാസം മാത്രമല്ല, അവൻ സ്നേഹത്താൽ പ്രചോദിതനും ആയിരിക്കണം. അതിൻ്റെ അർത്ഥം അങ്ങനെയുള്ള വ്യക്തി ചുറ്റും നടന്ന് ഓരോരുത്തരെ തടവി സന്തോഷിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്യണമെന്നല്ല. പിന്നെയോ അങ്ങനെയുള്ള വ്യക്തി ആ സഭയിൽ ക്രിസ്തുവിൻ്റെ ഹിതമെന്തെന്നാൽ അത് നടപ്പാക്കുവാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. ക്രിസ്തു ആകുന്നു സഭയുടെ തല എന്ന് ഉറപ്പുവരുത്തുകയാണ് അവൻ ചെയ്യേണ്ടത്. അവൻ്റെ ചുമതലയാണ് ഈ കാര്യങ്ങൾ ചെയ്തെടുക്കുക എന്നുള്ളത്. ഇന്ന് കമ്മിറ്റികളിലും മറ്റും തർക്കിച്ച് സമയം കളയുന്ന വിഷയം വാസ്തവത്തിൽ എന്താണ്? സഭയുടെ ആത്മീയ അഭിവൃദ്ധിക്ക് ഒരിക്കലും സഹായിക്കാത്ത ഏതൊക്കെയോ കാര്യങ്ങളിൽ കടിച്ചു ഞാലുന്ന സ്ഥാനികൾ, ആത്മീയ കാര്യങ്ങൾക്ക് യാതൊരു വിലയും കൽപ്പിക്കാത്ത ആളുകൾ, അവർ ചെയ്യുന്നത് എങ്ങനെയെങ്കിലും തങ്ങളുടെ ഇഷ്ടം മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കുക മാത്രമാണ്. കൂടുതൽ വഴക്കുണ്ടാക്കുവാൻ കഴിവുള്ളവനാണ് ഇന്ന് സഭയിൽ വിജയിച്ച് ഭരിക്കുന്നത് എന്ന് തോന്നാറുണ്ട്. അതേ സുഹൃത്തെ, പ്രാദേശിക സഭയുടെ തല ഇന്നും ക്രിസ്തുവാകുന്നു. ഇവിടെ ഇതാ പൗലോസ് ആരംഭിക്കുന്നത് തന്നെ കർത്താവായ യേശു ക്രിസ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ്. അവിടുന്ന് കർത്താവാണ് എന്ന് പറഞ്ഞാൽ അവൻ ഒന്നാമനാകുന്നു എന്നാണ് അർത്ഥം. കർത്താവ് തൻ്റെ ശുശ്രൂഷയുടെ കാലത്ത് പറഞ്ഞത്, നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നു, എന്നാൽ ഞാൻ കൽപ്പിക്കുന്നത് ചെയ്യുന്നുമില്ല.
ഇന്ന് അനേകരും സഭയിൽ അവനെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നു, എന്നാൽ അവനെ അനുഗമിക്കുന്നില്ല. സഭയിലെ ഒരു സ്ഥാനം വഹിക്കുക എന്നാൽ താങ്കൾ ക്രിസ്തുവിൻ്റെ ഹിതം നിറവേറ്റുവാൻ സമർപ്പിക്കപ്പെടുന്ന വ്യക്തിയാകുകയാണ്. ക്രിസ്തുവിൻ്റെ കൽപ്പനകൾ, അവിടുത്തെ ഇഷ്ടം ചെയ്യുന്ന വ്യക്തിയാകണം നിങ്ങൾ. പ്രാദേശിക സഭയുടെ തല ക്രിസ്തുവാകുന്നു. അതാകുന്നു ഇന്ന് ആവശ്യമായിരിക്കുന്നത്. അതുകൊണ്ട് എപ്രകാരത്തിലുള്ള ഭരണക്രമമാണ് ഇന്ന് സഭയിൽ ഉണ്ടായിരിക്കേണ്ടത് എന്ന് തർക്കിക്കുവാൻ ഞാൻ തയ്യാറല്ല. താങ്കളുടെ ക്രമം നല്ലതാണെന്ന് താങ്കൾ കരുതുന്ന പക്ഷം നല്ല കാര്യം, അങ്ങനെ ആയിക്കൊള്ളട്ടെ. താങ്കൾ അത് ആചരിച്ചു കൊള്ളുക, അതിൽ നിന്നുകൊള്ളുക. എന്നാൽ താങ്കൾക്ക് ശരിയായ വ്യക്തികൾ ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറയുന്ന ക്രമം പ്രാവർത്തികമാകുകയുള്ളൂ എന്നോർക്കണം. തെറ്റായ ആളുകളാണ് ശുശ്രൂഷിക്കുന്നതെങ്കിൽ ഭരണക്രമത്തെ കുറ്റപ്പെടുത്തിയത് കൊണ്ട് എന്താണ് വിശേഷത? ദൈവഹിതം നിവർത്തിക്കുവാൻ താല്പര്യമുള്ള, അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുത്തിട്ടുള്ള വ്യക്തികളായിരിക്കണം സഭയിൽ ഭരണം നടത്തുന്നത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തലയാകുന്ന ക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞിട്ട് തലയായിരിക്കുവാൻ ശ്രമിക്കുന്ന സഭാ ശുശ്രൂഷകനും ഭരണകർത്താക്കളുമാകുന്നു ഇന്നത്തെ സഭയുടെ ശാപം എന്ന് മറക്കരുത്. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നതായിട്ടുള്ള ഈ വിഷയം വളരെ ഗൗരവമായി നാം ചിന്തിക്കേണ്ടതാണ്. ഈ വിഷയം നാം എത്രമാത്രം ഗൗരവമായി ചിന്തിച്ചത് അനുവർത്തിക്കുവാൻ ശ്രമിക്കുന്നു എങ്കിൽ മാത്രമേ നമ്മുടെ സഭ ഒരു അനുഗ്രഹമാകൂ. അതെ, ഈ ചെറിയ ലേഖനം നാം പഠിക്കുമ്പോൾ നാം ഉൾപ്പെട്ടു നിൽക്കുന്ന സഭ എപ്രകാരത്തിലുള്ളത് എന്ന് ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. അത് ചെയ്യുന്നതോടൊപ്പം തന്നെ അത് കൂടുതൽ പ്രയോജനമുള്ള ഒന്നാക്കുവാൻ പൗലോസ് പറഞ്ഞു തരുന്ന മാർഗങ്ങൾ എന്താകുന്നു എന്ന് പ്രാർത്ഥനയോടുകൂടി നമുക്ക് ശ്രദ്ധിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രേക്ഷകർക്കായുള്ള ഇന്നത്തെ ചോദ്യം: എഫെസോസിൽ പൗലോസ് സുവിശേഷീകരണത്തിനായി ഉപയോഗിച്ച സ്ഥലം ഏതായിരുന്നു? ഓപ്ഷൻ എ സിനഗോഗ്, ഓപ്ഷൻ ബി കൈസറിൻ്റെ മാളിക, ഓപ്ഷൻ സി അക്വിലാസിൻ്റെ വീട്, ഓപ്ഷൻ ഡി തുറന്നോസിൻ്റെ പാഠശാല. നിങ്ങളുടെ ശരിയുത്തരങ്ങൾ 828138 4455 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് സന്ദേശമായോ SMS ആയോ ഫോൺ കോൾ മുഖേനയോ അറിയിക്കാവുന്നതാണ്. തിരഞ്ഞെടുക്കപ്പെടുന്ന വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ ലഭിക്കുന്നതായിരിക്കും. ക്രിസ്തുവിൻ്റെ നിറവ് പ്രാദേശിക സഭകളിൽ കൂടെ വെളിപ്പെടേണ്ടതിന് ക്രിസ്തുവുമായുള്ള സജീവമായ ബന്ധം ഉള്ളവരായിരിക്കണം ഒരു പ്രാദേശിക സഭയുടെ ശുശ്രൂഷകർ. അങ്ങനെയുള്ള സഭകൾ ജീവനുള്ളതും പ്രവർത്തനനിരതവുമായിരിക്കും. ഒരു പ്രദേശത്ത് കർത്താവിന് പ്രവർത്തിക്കുവാനുള്ള തൻ്റെ ശരീരമാണ് പ്രാദേശിക ക്രിസ്തുസഭ. അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു പ്രാദേശിക സഭയുടെ ഭാഗമാണോ നിങ്ങൾ? ചിന്തിച്ചാട്ടെ. അനുഗ്രഹത്തിൻ അധിപതിയേ, അനന്തകൃപാ പെരും നദിയേ. അനുഗ്രഹത്തിൻ അധിപതിയേ, അനന്തകൃപാ പെരും നദിയേ. അനുദിനം നിൻ പദം ഗതിയേ, അടിയാനു നിൻ കൃപമതിയേ. അനുദിനം നിൻ പദം ഗതിയേ, അടിയാനു നിൻ കൃപമതിയേ. അനുഗ്രഹത്തിൻ അധിപതിയേ, അനന്തകൃപാ പെരും നദിയേ.